അയ്യോ ഇതെവിടെ പോയി കിടക്കുവായിരുന്നടാ ഇത്ര നേരം. പൊന്നു കൊച്ചമ്മ, ലക്ഷ്മി കുഞ്ഞിന്റെ കണ്ണു വെട്ടിച്ച് അകത്ത് കയറണ്ടേ? ഞാൻ വന്നു നിന്നത് ലക്ഷ്മി കുഞ്ഞിന്റെ മുമ്പിലായി പോയി. പക്ഷേ എന്റെ ബുദ്ധി ഉപയോഗിച്ച് സംഭവം എല്ലാം സോൾവ് ചെയ്തു. അല്ല എനിക്ക് അറിയാനായിട്ട് ചോദിക്കുക, ഞാൻ കരിക്ക് കൊണ്ടുവരാനാണോ പറഞ്ഞത്? എന്തെങ്കിലും കട്ടിക്കുള്ള സാധനം എടുത്ത് ഒളിച്ചു കൊണ്ടുവന്നാ പോരായിരുന്നോ? ഞാൻ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? എന്റെ ബുദ്ധി ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്ന? എടാ കേക്കാ ഇവിടെ പെയ്ത് ഇങ്ങോട്ട്. എനിക്ക് വയ്യ. ദൈവമേ, എങ്ങനെയുണ്ട്? നിന്നെ സമ്മതിച്ചിരിക്കുന്നതാ. അതാണ് മുത്തു. എന്റെ കൊച്ചമ്മയ്ക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. അയ്യോ അല്ല നീ കഴിച്ചാ? കട്ടവ്രതമാണ്. എങ്ങനെ കട്ടവ്രതമാണ്? എന്നെ നിർബന്ധിക്കരുത്. ഞാൻ കഴിച്ചിട്ടില്ല കഴിക്കുകയില്ല. പക്ഷെ ഇച്ചിരി കേക്ക് ഇരിക്കുന്നത് ഇവിടെ പോയില്ലായിരുന്ന? ഇവിടെ എത്ര കഴിച്ചു? ടേസ്റ്റ് നോക്കിയത് എത്ര എണ്ണം? എങ്ങനെ? 3. ആകെ എത്ര പീസ് വാങ്ങിച്ചു? 4 വാങ്ങിച്ചു. 4 വാങ്ങിച്ചു. 4-ൽ 3 നീ ടേസ്റ്റ് നോക്കി. കൊച്ചമ്മയ്ക്ക് 1. അയ്യോ അതെങ്കിലും ഇനി കൊണ്ടുവന്നല്ലോ. അയ്യോ എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഷോ എന്റെ ദൈവമേ. പോണേ പോ. അമ്മ 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 അയ്യോ പ്രശോഭേട്ടാ പ്രശോഭേട്ടാ നോക്കിയേ, ഞാൻ വിളിച്ചപ്പോ അമ്മ ഇതുപോലെ മിണ്ടാതിരിക്കുക. അയ്യോ അമ്മ 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 മിണ്ടല്ലോ. എന്ത് പറ്റിയത് അമ്മ? എന്തുവാ കുട്ടികളെ ഇവിടെ കിടന്ന് ഈ ബഹളമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നു? അല്ല അമ്മ വിളിച്ചിട്ട് കണ്ണു തുറക്കണില്ലെന്ന് പറഞ്ഞു. മൗനത്തിലിരുന്ന് മന്ത്രം ചൊല്ലുമ്പോ കണ്ണു തുറക്കുവോ കുട്ടി? സർവേശ്വര എടാ ഞാനൊരു മന്ത്രം ജപിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അതിന്റെ പെണ്ണുമ്പിള്ള അല്ല നിന്റെ ഭാര്യ വന്ന് കിടന്ന് കണ്ണു കുളുങ്ങണം എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കി. എനിക്ക് മിണ്ടാനൊക്കുവോ? കണ്ണു തുറക്കാൻ പറ്റുമോ? മൗനവ്രതത്തിൽ പ്രാർത്ഥനയിലായിരുന്നു ഞാൻ മോനെ. മന്ത്രം വല്ലോ നിനക്ക് പഠിക്കണോ? ഞാൻ പറഞ്ഞുതരാം. വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വേണ്ടമ്മ ശരി നീ ഇരുന്ന് പഠിച്ച. അമ്മ ഓ എന്തെങ്കിലും കഴിച്ചായിരുന്നു അമ്മ? ഒരു വസ്തു ഞാൻ കഴിച്ചിട്ടില്ല. ഒരല്പം ഇളനീര് കുടിച്ചു. അത് മുത്തുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ കൊണ്ടുവന്നത് കൊണ്ട് നിർബന്ധിച്ചത്. കരിക്കാണോ അതോ കരിക്കും കേക്കാണോ അമ്മ കഴിച്ചത്? നീ എന്താ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല ഞാൻ കണ്ടായിരുന്നു മുത്തോണ്ണൻ കരിക്കിനകത്ത് കേക്ക് കുത്തി കയറ്റുന്നത്. നീ കണ്ട? അല്ല അതേ ഭയങ്കര വിശപ്പ്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് ഒരു കഷ്ണം കേക്ക് തിന്നത്. എന്നിട്ട് കഴിച്ചു. കൊള്ളാമോ? ഇതാണ് പറയുന്നത് അമ്മ, എറിയുന്ന ഏറില് ഏതെങ്കിലും കൊള്ളാതെ തിരിച്ചു വരും. ആണോ? കൊള്ളാതെ തിരിച്ചു വന്നാലും സാരമില്ല. തൽക്കാലം ഇപ്പൊ നമുക്ക് ഇത്രയും മരുന്നൊക്കെ തിന്നുന്നുണ്ടേ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കുള്ളൂ. കൊണ്ടാലും കുഴപ്പമില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.